മധ്യ തിരുവിതാംകൂറിലെ മണ്ഡലങ്ങളിൽ വലിയ തോതിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതിന്റെ കാരണം അന്വേഷിക്കുകയാണ് മുന്നണികൾ. ക്രിസ്ത്യൻ വോട്ടുകൾ 25%-ലധികമുള്ള മണ്ഡലങ്ങളിലാണ് പ്രധാനമായും വോട്ടുകൾ കുറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യൻ വിഭാഗം എങ്ങനെ വോട്ടിനോട് പ്രതികരിച്ചു എന്നതാണ് പ്രധാന ചോദ്യം. ബോധപൂർവം മാറി നിന്നെങ്കിൽ അത് ആർക്ക് അനുകൂലമാകുന്ന ചിന്തയിലാണ് പാർട്ടികൾ. ക്രിസ്ത്യൻ വിഭാഗത്തിന് മേൽക്കൈയുള്ള പാല, കടുത്തുരുത്തി, പിറവം, പുതുപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടി, കെ.എം. മാണി തുടങ്ങിയ പ്രബല നേതാക്കളുടെ അസാന്നിധ്യം ക്രിസ്ത്യൻ വിഭാഗത്തെ വോട്ടെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തിയോ എന്നും പാർട്ടികൾ പരിശോധിക്കുന്നു. അതേസമയം സാമുദായിക അടിസ്ഥാനത്തിൽ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കൽ ഉണ്ടായിട്ടില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. റിസൾട്ട് എന്താണെന്നുള്ളത് വളരെ എവിഡൻ്റായി. മാത്രമല്ല, ഇനിയിപ്പോൾ കേരളത്തിലെ ആളുകൾ എങ്ങനെ വോട്ട് ചെയ്താലും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി വരുന്നതിനെ തടഞ്ഞു നിർത്താൻ പറ്റുകയില്ല. അതും ആളുകൾക്കറിയാം. കേരളത്തിൽ ഒരു കാരണവശാലും LDFന് ഒരു മേൽക്കൈ കിട്ടുകയുമില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ അനിശ്ചിതത്വങ്ങളില്ലാത്ത, യാതൊരു ഉത്കണ്ഠയും വേണ്ടാത്ത ഒരു തെരഞ്ഞെടുപ്പാണ്, കേന്ദ്രത്തിലേക്കാണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ പൊതുവെ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. ആ കമ്മ്യൂണിറ്റി വൈസ് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ വടക്കൻ കേരളത്തിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രത്യേകത വെച്ചാൽ അവിടെ പൊതുവെ ആളുകൾ വളരെ പൊളിറ്റിക്കലാണ്. അതുകൊണ്ട് ഹിന്ദുക്കളാണെങ്കിലും വോട്ട് ചെയ്യും. പിന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വോട്ടും പാഴാക്കരുത് എന്നൊരു ചിന്താഗതി അവരുടെ ഭാഗത്തുണ്ട്. ഇപ്പോൾ ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത്, മുസ്ലിം വോട്ടുകൾ ഏറെക്കുറെ എല്ലാം തന്നെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വടക്കൻ ജില്ലകളിൽ ആ രീതിയിലുള്ള പോളിംഗ് ഉണ്ടായതും പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവ് സംഭവിക്കാത്തത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ ഒരു വൈകാരികമായ അന്തരീക്ഷം ഇത്തവണയില്ല. ക്രിസ്ത്യൻ മേഖലയിലെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിന്റെ കാരണമായി ചില നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത് കുടിയേറ്റമാണ്. മധ്യ തിരുവിതാംകൂറിൽ നിന്ന് വലിയ തോതിൽ വിദേശത്തേക്ക് നടക്കുന്ന കുടിയേറ്റമാണ് വോട്ടിംഗ് ശതമാനം കുറയാനുള്ള കാരണമെന്നാണ് ഇരു കേരള കോൺഗ്രസുകളുടെയും വിലയിരുത്തൽ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.